ഇന്നത്തെ വീഡിയോയിലൂടെ IFL ട്രേഡിംഗ് ആപ്പ് ഉപയോഗിച്ച് ഒരു മ്യൂച്വൽ ഫണ്ട് എങ്ങനെ ബൈ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം IFL മാർക്കറ്റ്സ് എന്ന ഈ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇവിടെ താഴെ വലതു ഭാഗത്തായിട്ട് മോർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എൻ്റെ അടുത്ത് ഐഫോൺ ആണ്. ഇനി നിങ്ങളുടെ അടുത്ത് ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കും. മോർ എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു ഇന്റർഫേസ് കാണാൻ സാധിക്കും. ഇതിനകത്ത് മ്യൂച്വൽ ഫണ്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. മ്യൂച്വൽ ഫണ്ട് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇന്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. ഇവിടെ മുകളിൽ വലതുഭാഗത്തായിട്ട് ഒരു സെർച്ച് ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഫണ്ട് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഫണ്ട് ഏതാണോ ആ ഫണ്ടിന്റെ പേര് സെർച്ച് ചെയ്യാം. നമുക്കൊരു പഠനാവശ്യത്തിനായിട്ട് പരാഗ് പാരിക് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഒന്ന് സെർച്ച് ചെയ്യാം. ഇപ്പൊ ഇവിടെ പരാഗ് പാരിക് ഫ്ലെക്സി ക്യാപ് ഫണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫണ്ടിനെ കുറിച്ചുള്ള അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ നിന്നും ബാക്കിലോട്ട് വന്നതിന് ശേഷം നമുക്ക് ഇവിടെ ബൈ കൊടുക്കാം. ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് ആണ് കാണാൻ സാധിക്കും. ഇവിടെ ലംസം ആയോ മന്ത്ലി SIP ആയോ നമുക്ക് ഈ ഫണ്ടിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഞാനിപ്പോൾ ലംസം ചൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 1000 രൂപ മുതൽ എത്ര രൂപ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കിപ്പോൾ ഇവിടെ ഒരു 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം. ഇൻവെസ്റ്റ് നൗ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇൻവെസ്റ്റ് നൗ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പേയ്മെന്റ് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഒന്നാമതായിട്ട് IMPS, രണ്ടാമതായി UPI, മൂന്നാമതായി നെറ്റ് ബാങ്കിങ്. ഈ 3 ഓപ്ഷൻസ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ചുരുക്കി പറയാം. IMPS ആകുമ്പോൾ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും IFLന്റെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ്. UPI ആകുമ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ UPI ആപ്പിലേക്ക് ഒരു ലിങ്ക് വരും. ആ ലിങ്ക് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പൈസ പോകും. നെറ്റ് ബാങ്കിങ്ങും ഏകദേശം സെയിം തന്നെയാണ്. നമുക്കിവിടെ UPI സെലക്ട് ചെയ്യാം. അതാണ് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ UPI ആപ്ലിക്കേഷൻ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഗൂഗിൾ പേ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഗൂഗിൾ പേ സ്ക്രീൻ ഷെയറിംഗ് അലോ ചെയ്യുന്നില്ല. അവസാനമായിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേ ആപ്പിൽ വന്നിട്ടുള്ള പേയ്മെന്റ് ഓപ്ഷൻ അക്സെപ്റ്റ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ബൈ ചെയ്ത് കഴിയും.